അതുകൊണ്ട് ഇന്ന് ഔലിയാക്കന്മാർ നമുക്ക് കൂടുതൽ ലഭിക്കുക അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് സൂഫിയാക്കളെയും ഔലിയാക്കന്മാരെയും ലഭിക്കും. ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അതിന് കുറഞ്ഞു പോയി. കാരണം അതെല്ലാം മറ്റൊരു രൂപത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഈ വിജ്ഞാനം വിട്ട് ഭൗതിക ജീവിതത്തിൻ്റെ താല്പര്യത്തിൽ ആയി മാറിക്കഴിഞ്ഞു. ഇമാം ഗസാലി തങ്ങൾക്ക് ബഗ്ദാദ് വിട്ടു പോകണം. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാനൊന്ന് ഉംറക്ക് പോവാണ് എന്ന് പറഞ്ഞു. പോയി വരട്ടെ എന്നല്ല, ഉംറക്ക് പോവാണ്. പോയാൽ വേഗം വരുമല്ലോ. ഉംറക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് മൂപ്പര് ഡമാസ്കസിലേക്ക് പോകുമ്പോൾ ആരോടും പറഞ്ഞതുമില്ല. ഡമാസ്കസിൽ ചെന്ന് അമവി മസ്ജിദിൻ്റെ അവിടെ താമസമാക്കുകയും രാവിലെ മസ്ജിദിൻ്റെ മുനാരത്തിൽ കയറി വാതിലടക്കും. രാത്രിയിൽ ഇറങ്ങി പറഞ്ഞ് കുബ്ബത്തു സഹ്റൻ്റെ അവിടെയും മസ്ജിദുൽ അഖ്സയിലും മറ്റുമൊക്കെ ഇങ്ങനെ ഇരിക്കുകയും നടക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യും. ചിലപ്പോൾ അപ്പോൾ ആളുകളൊക്കെ കണ്ടാൽ കാണാം, അത്ര തന്നെ. രാത്രി ആരാ കാണാനുണ്ടാവുക? അപ്പം ശല്യം ഉണ്ടാവില്ല. ഈ ഉള്ളിലിരുന്ന് 10 വർഷക്കാലം അങ്ങനെ ഇരുന്നിട്ടാണ് മൂപ്പര് ലോകത്തിന് ഇസ്ലാമിക വിജ്ഞാനത്തെ ജീവിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം സംഭാവന ചെയ്തത്. എനിക്ക് കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ ചെന്നപ്പോൾ മാട്ടൂൽക്കാരനായ 90 കഴിഞ്ഞ് 87 വയസ്സോ 90 കഴിഞ്ഞ് ഒരു ഹാജിയെ കോയക്ക മൂപ്പർക്ക് ഈ കിതാബ് അച്ചടിക്കലാണ് പണി. അപ്പോൾ മൂപ്പര് ഇംഗ്ലീഷിലുള്ള ഇഹ്യാ തന്നു. മൂപ്പര് പറഞ്ഞത് ഇന്ത്യയിൽ അച്ചടിക്കണം. കാരണം ഇംഗ്ലീഷ് വായിക്കുന്ന ധാരാളം ആളുകൾ, അവരാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ കൂടുതൽ വായിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഔലിയാക്കന്മാർ നമുക്ക് കൂടുതൽ ലഭിക്കുക അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് സൂഫിയാക്കളെയും ഔലിയാക്കന്മാരെയും ലഭിക്കും. ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അതിന് കുറഞ്ഞു പോയി. കാരണം അതെല്ലാം മറ്റൊരു രൂപത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഈ വിജ്ഞാനം വിട്ട് ഭൗതിക ജീവിതത്തിൻ്റെ താല്പര്യത്തിൽ ആയി മാറിക്കഴിഞ്ഞു. ഗസാലി ഇമാം തങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തൻ്റെ നാടായ തൂസിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഒന്ന് മദ്രസയും മറ്റൊന്ന് ഖാൻഗാവും. മദ്രസ എന്ന് പറഞ്ഞാൽ മീസാൻ മുതൽ മുല്ല ഹസൻ വരെ ഷർഹുൽ അഖായിദയും ജമ്മുൽ ജവാമിയും വരെയൊക്കെ ഓതുന്ന, അതിനുശേഷം സിഹാഹുസിത്തെയൊക്കെ ഓതുന്ന, അതിനാണ് മദ്രസ എന്ന് പറയുക. ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക. പഴയ കാലത്ത് മദ്രസ എന്ന് പറയും. ഒരു മദ്രസയുണ്ടാക്കി, ഇപ്പുറത്തൊരു ഖാൻഗാവും ഉണ്ടാക്കി. ഖാൻഗാ ആമ്മത്തുന്നാസിന് വേണ്ടിയാണ്, ദിക്ർ ഹൽക്ക നടത്താനും സ്വലാത്തു ചൊല്ലാനും അവിടെ ചെറിയ ചെറിയ വാളുകൾ പറയാനും വേണ്ടി. അങ്ങനെയുള്ള ഖാൻഗാവുകൾ, ഖാൻഗാ എന്നുള്ളത് പേർഷ്യൻ ലാംഗ്വേജിൽ അങ്ങനെയാണ് പറയുക. അത് തന്നെയാണ് സാവിയ തക്കിയ എന്നൊക്കെ പറയുന്നതും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ കാലത്തെ കൊച്ചു പള്ളികൾ വന്നിട്ടുള്ളത് സാവിയകളിൽ നിന്നാണ്. സ്രാമ്പിയ എന്ന് പ്രയോഗിച്ചു വന്നത് പിന്നെ റാത്തിബ് ഖാന എന്ന പേരിലും നമ്മുടെ നാടുകളിൽ പറയാറുണ്ട്. റാത്തിബ് ഖാന, കൊയിലാണ്ടിയിലെ ഖാദിരിയ മസ്ജിദ്, അത് റാത്തിബ് ഖാനയാണ്. അങ്ങനെ പഴയ കാലത്തുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി മാത്രമുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി വെക്കുക, അതിൽ പതിവായി മജ്ലിസുകൾ നടക്കുക എന്നുള്ളത് അതൊരു പാരമ്പര്യമാണ് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. കായൽ പട്ടണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. കാഹിറ പട്ടണമാണ് അതിൻ്റെ അസലെന്ന് പറയുന്നുണ്ട്. കൈറോവിൽ നിന്ന് വന്ന ജമാലുദ്ദീനുൽ ഖാഹിരി അവർ സ്ഥാപിച്ച പട്ടണമാണ്. അപ്പോൾ അവിടുത്തെ ഈ ഭവന നിർമ്മാണത്തിൻ്റെ രീതി തന്നെ ഓരോ സ്ക്വയറുകളാണ്. ഓരോ സ്ക്വയറുകൾക്കിടയിലും ഒരു ക്രോസ് റോഡും ഒരു മെയിൻ റോഡും. ഈ ഒരു സ്ക്വയറിനുള്ളിൽ കുറേ വീടുകളുണ്ടാകും. മിക്കവാറും 24-46 സൈസിലുള്ള വീടുകളാണ്. 2 നിലയുണ്ടാകും, ചെറിയൊരു കോണിയുണ്ടാകും, എല്ലാം ഒരേ മട്ടത്തിലുള്ള വീടാണ്. ജനാലയുടെ ലൂവേഴ്സ് മേൽപോട്ടുണ്ടാവുക. കാരണം പുറമേ നിന്ന് സ്ത്രീകൾ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് നോക്കാതിരിക്കാൻ വേണ്ടി കാറ്റ് കടക്കുകയും വേണം. 3 പൊളിയുണ്ടാകും ഒരു ജനാലയ്ക്ക്. ഒരു 400 വർഷം മുമ്പ് ഖാളി പറഞ്ഞു, നിങ്ങളിവിടെ പെണ്ണ് കെട്ടിച്ചു കൊണ്ടുപോകണത് നിർത്തിയിട്ട് ഇനി പുയ്യാപ്പിളാർ പെണ്ണിൻ്റെ പുരയിൽ നിന്നാൽ മതി. കാരണം പുയ്യാപ്പിളാരൊക്കെ ഈ ഹോങ്കോങ്ങിലും ചൈനയിലും മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ രത്നക്കച്ചവടവുമായി പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈ പെണ്ണ് എന്തിനാണ് പുയ്യാപ്പിളിൻ്റെ വീട്ടിൽ ഇങ്ങനെ അമ്മോഷനും അമ്മായിക്കും ഖിദ്മത്ത് ചെയ്യാൻ നിൽക്കുന്നത്? സ്വന്തം അമ്മൻ്റെ അടുത്ത് നിൽക്കല്ലേ നല്ലത്. അതുകൊണ്ട് മാറ്റി
ഒറിജിനൽ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് കായൽപട്ടണത്ത്. ആ കായൽപട്ടണത്തെ ചത്വരങ്ങൾ, ഒരു 10-20 വീട് കൂടിയ 4 ഭാഗത്തും റോഡുള്ള ചത്വരത്തിൻ്റെ 4 മൂലയിലും ഒരു റീഡിംഗ് റൂമുണ്ടാകും, പബ്ലിക്കിനിരിക്കാനും അവരുടെ സുഹബത്തിനും വേണ്ടി. ഈ തക്കിയ, ഇതിൻ്റെ ഉള്ളിൽ സെൻട്രൽ ഒരു തക്കിയ ഉണ്ടാകും. ആ തക്കിയകൾ അവിടുത്തെ വയസ്സായ സ്ത്രീകളാണ് അത് നടത്തുന്നത്. അവർ ഈ കൊച്ചുകുട്ടികൾക്ക് ഖുർആനും മൗലിദും റാത്തിബൊക്കെ പഠിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അവരെപ്പോഴും വീട്ടിൻ്റെ ഉമ്മാരപ്പടിമലിരിക്കും. നമ്മൾ കാണൂല, കാരണം ഇതിൻ്റെ ഉള്ളിലത്. ഇടവഴികൾക്ക് മറ തൂക്കിയിട്ടുണ്ടാകും. അപ്പോൾ സ്ത്രീകൾ നടന്നു പോകുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെന്ന് ക്രോസ് ചെയ്ത് കർട്ടൻ തുറന്ന് റോഡ് കിടന്ന് പിന്നെ അടുത്ത മറയിലേക്ക് കയറും. അങ്ങനെ മുറിച്ച് കിടന്നാണ് സ്ത്രീകൾ യാത്ര ചെയ്യുക. പുരുഷന്മാർ റോട്ടിലൂടെ കള്ളിത്തുണിയും തൊപ്പിയിട്ടിട്ട് അങ്ങനെ നടക്കുകയും ചെയ്യും. അപ്പോൾ അപരിചിതനായൊരു മനുഷ്യൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ, അപ്പോൾ വയസ്സായ പെണ്ണുങ്ങൾ ഇങ്ങനെ മരപ്പടിമേലുണ്ടാവും. ആരാ, എങ്ങോട്ടാ പോണത് എന്ന് ചോദിക്കും. അപ്പോൾ ആരും കയറൂല. അങ്ങനെ ഒരു ചിട്ടയാണ് കായൽപട്ടണത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഒരു തക്കിയ എന്ന് പറഞ്ഞ ഒരു ഇടം അവിടെയുണ്ട്. ഇതൊക്കെ നസീഹത്തുകളും ദിക്റുകളിലൂടെയും ആത്മീയത വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ താല്പര്യം.